ഹായ്, ഞാൻ മെറീന ജോബി. വെൽക്കം ബാക്ക് ടു സോറൻ സ്പൈസി. സോറൻ സ്പൈസിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നല്ല അടിപൊളിയായിട്ട് ഉപ്പും മുളകും എരിവൊക്കെ പിടിച്ച് തുള്ളിക്കളിക്കുന്ന ഈ മീൻ മുളകിട്ടതാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം. കാണാൻ ഒടുക്കത്തെ ലുക്കും ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ലുക്കും ടേസ്റ്റും ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. അപ്പൊ നമുക്ക് നോക്കിയാൽ എങ്ങനെ സിമ്പിളായിട്ട് മീൻ മുളകിട്ടത് റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പൊ മീൻ മുളകിട്ടത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂണോളം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിന് കൂടെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പൊ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഒരു 20 ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നതിന്റെ കളർ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ അതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 3 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തീ നന്നായിട്ടൊന്ന് കുറച്ചിട്ടിട്ട് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടികളൊക്കെ കരിഞ്ഞു പോകും. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി അതിന്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കുക. അപ്പൊ പൊടികൾ മൂത്ത് അതിന്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരുമ്പോൾ നമുക്കിനകത്തോട്ട് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 പീസ് കുടംപുളി ഒന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 20 മിനിറ്റോളം കുതിർത്തിയിട്ടതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് മീൻ വേവാൻ ആവശ്യമായിട്ടുള്ള 2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ മീൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാനുള്ള സമയമായി. അപ്പൊ ഞാനിവിടെ ഒരു 650 ഗ്രാം മീൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിഷ് എടുക്കാം. ഞാനിവിടെ വറ്റയാണ് എടുത്തിരിക്കുന്നത്. വലിയ 3 പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മെല്ലെ നമുക്ക് ഇതിനകത്തോട്ട് വെച്ചു കൊടുക്കാം. അപ്പൊ മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് മീൻ വെന്ത് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അധിക സമയമൊന്നും വേണ്ട, ഏകദേശം ഒരു 10-15 മിനിറ്റ് ഒക്കെ മതി മീൻ വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പൊ ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഞാൻ മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റിയിട്ട് മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ മീൻ വെന്തതിന് ശേഷം നമ്മൾ ഒരിക്കലും സ്പൂണിട്ട് മീൻ ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഞാനിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ 2 കപ്പിന് പകരം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇപ്പൊ ഓൾറെഡി നല്ല അത്യാവശ്യം തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. പിന്നെ ഇത് ഇരിക്കുന്തോറും കുറേം കൂടി കറിയുടെ ഗ്രേവി നന്നായിട്ട് തിക്കായിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് പുളി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ പുളിന്ന് ഒരു പീസ് എടുത്തൊന്ന് മാറ്റി വെച്ചാൽ മതിയാവും. അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. കപ്പയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടി അടിപൊളി കോമ്പിനേഷൻ ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. ടാറ്റാ.